ഹരി ഓം. വെൽക്കം ടു ധർമ്മധ്വനി. കാഗദൃഷ്ടിർഭഗദ്ധ്യാനം ശ്വാനനിദ്രാ തദൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. നീതിസാരത്തിലെ വരികളാണിവ. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്തെല്ലാമായിരിക്കണം എന്നതാണ് ഈ വരികളിലൂടെ പറയുന്നത്. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. കാകദൃഷ്ടി എന്നതുകൊണ്ട് കാക്കയുടെ അത്ര നിരീക്ഷണ പാഠവം ഓരോ വിദ്യാർത്ഥിക്കും വേണമെന്നതാണ് അർത്ഥമാക്കുന്നത്. ഭഗദ്ധ്യാനം എന്നാൽ ഒരു കൊക്ക് ഒരു മീനിനെ പിടിക്കാൻ എത്രത്തോളം സൂക്ഷ്മതയോടെ ഏകാഗ്രതയോടെ ഇരിക്കുന്നുവോ അത്രത്തോളം ഏകാഗ്രത ഓരോ വിദ്യാർത്ഥിക്കും അനിവാര്യമാണ്. ശ്വാനനിദ്ര. ഒരു വിദ്യാർത്ഥി ഒരു നായയെപ്പോലെ ഉറക്കത്തിൽ പോലും എപ്പോഴും ജാഗ്രതയോടുകൂടിയായിരിക്കണം ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഉറക്കം ഒരിക്കലും അധികമാകരുത്. അധികമായ ഉറക്കം അലസതയെ സൃഷ്ടിക്കും. അല്പാഹാരം. എപ്പോഴും കുറച്ച് ആഹാരം ആവശ്യത്തിനുള്ളത് മാത്രം കഴിക്കുക. അധികം ആഹാരം കഴിക്കുന്നതും ഉറക്കം കൂട്ടാനും അലസതയ്ക്കും കാരണമാകും. ജീർണവസ്ത്രം. എപ്പോഴും വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും ധരിക്കേണ്ടത്. ഈ ലക്ഷണങ്ങളുള്ളവരാണ് ഒരു ഉത്തമ വിദ്യാർത്ഥി എന്ന് നീതിസാരത്തിൽ പറയുന്നത്. പുനർമിലാമഹ.